എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൈനാസ് റഷീദ്, ഫാമിലി കൺസൾട്ടൻ്റ് ആൻഡ് ട്രെയിനർ. നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ഒറ്റപ്പെടലിൻ്റെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയേക്കാം. ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ തുടക്കം ശബ്ദത്തിലാണ് തുടങ്ങുന്നത്, എന്നാൽ ഒടുക്കോ നിശബ്ദതയിലുമായിരിക്കും. പലപ്പോഴായിട്ട് എൻ്റെ ക്ലിനിക്കിലൊക്കെ വരുന്ന അധിക ആളുകളും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചവരാണ്. അവർക്ക് പറയാൻ ആളുകളില്ല, അവരുടെ പരാതികൾ കേൾക്കാൻ ആളുകളില്ല, പരാതികൾ കേട്ടിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ ആളുകളില്ല. അതൊക്കെയാണ് അവരുടെ പ്രശ്നം. പല സമയങ്ങളിലായിട്ട് ഡിപ്രഷനായാലും ആങ്സൈറ്റി ആയാലും എല്ലാ പ്രശ്നങ്ങളും എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ ആളില്ല. കേൾക്കാൻ ആളുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പരാതികൾ, നമ്മുടെ പരിഭവങ്ങൾ കേൾക്കാനായിട്ട് ഒരാളുണ്ടാവുക. ചെറിയ കുട്ടികളായിരുന്നാലും മധ്യ വയസ്സിലുള്ള ആളുകളായിരുന്നാലും വളരെ പ്രായം കൂടിയ ആളുകളായിരുന്നാലും അവർക്കൊക്കെ പരാതികളുണ്ട്. അവർക്ക് കേൾക്കാൻ ഒരാളില്ല. അതാണ് അവരുടെ പ്രശ്നങ്ങൾ. നമ്മൾ വെറുതെ കേൾക്കാൻ തയ്യാറായിരുന്നാൽ മാത്രം മതി. അവർ പറയണമെന്നില്ല. ഞാനുണ്ട് നിങ്ങൾക്ക്, ഞാനുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞാൽ മാത്രം മതി. അവർക്ക് അവരുടെ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമായിട്ട് അത് തന്നെ ധാരാളമാണ്. അറ്റൻറ്റീവായിട്ട് കേൾക്കുക. പ്രശ്നങ്ങൾ നമ്മൾ അറ്റൻറ്റീവായിട്ട് കേൾക്കുക. എല്ലാ പ്രശ്നങ്ങളും കേട്ടതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിന് മറുപടി പറയാം. ജീവിതത്തിൽ ഒറ്റപ്പെടുന്നതിന് ഏറ്റവും വലിയ പരിഹാരമായിട്ട് കേൾക്കാൻ ആളുണ്ടാവുക എന്നതാണ് തന്നെയാണ് പരിഹാരം. ഇങ്ങനെ നമ്മളെ കരുതലോട് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടായാൽ നമ്മുടെ പ്രശ്നങ്ങളും പരാതികളും ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. മിക്ക അസുഖങ്ങളും ഉടലെടുക്കുന്നത് തന്നെ കേൾക്കാൻ ഒരാളില്ലാത്തതിൻ്റെ അഭാവം കൊണ്ട് തന്നെയാണ്. ഒരാൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ കേൾക്കാൻ, നമ്മളെ പരിഗണിക്കാൻ ഒരാളുണ്ടായാൽ, ആഴത്തിൽ അറിയുന്നതിന് ഒരാളുണ്ടായാൽ, ഒരാളുടെ സാന്നിധ്യം ഉണ്ടായാൽ അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളാവുന്നത്. നമ്മൾ ആരാണോ നമ്മളാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. താങ്ക് യു.